നമ്മുടെ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ യാത്രകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മേഖലകളിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടുവരുന്നവരാണ്, ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നവരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും ഓരോരോ ദിക്റുകൾ പഠിച്ചു വെച്ചാൽ അത് ഏറ്റവും നല്ല ഉപകാരമുള്ള കാര്യവുമാണല്ലോ. ഒരാൾ അവനവന്റെ വീട്ടിലേക്കൊന്ന് പ്രവേശിച്ചാൽ ആദ്യം എന്താണ് പറയാനുള്ളത്? ബിസ്മില്ലാഹി വലജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. എന്റെ കൂടെ വന്ന് ചൊല്ലി നോക്ക്. ബിസ്മില്ലാഹി വലജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. അമൂല്യമായ ഒരു ദുആയാണ്. ഈ ദുആ നിങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ അല്ലാഹു സകലമാന സങ്കടങ്ങളും അല്ലാഹു മാറ്റി, ജീവിതത്തിന്റെ എല്ലാ നൂലാമാലകളും മാറ്റി അല്ലാഹു സന്തോഷവും സമാധാനവും തരും. അതിനെന്ത് വേണമെന്നറിയുമോ? ഇത് ഞാൻ മുടക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. ഇത് മുടക്കില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ചൊല്ലുമെന്ന് ഉറപ്പിക്കുമ്പോ അവിടെ നമുക്കൊരുപാട് നിഅമത്തുകൾ അല്ലാഹു തരും. ഞാൻ ഇത് മുടക്കൂല. ചെറിയൊരു ദുആല്ലേ? എവിടെങ്കിലൊക്കെ പോയിട്ട് വന്ന് വീട്ടിലേക്കൊന്ന് പ്രവേശിക്കുമ്പോൾ വലതുകാൽ മുന്തിച്ചിട്ട് ബിസ്മില്ലാഹി വലജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. വളരെ സിമ്പിളായ ഈ ഒരു ദുആ നമ്മളെ കൊണ്ട് പറ്റൂലേ? എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്ക്. ബിസ്മില്ലാഹി വലജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. എളുപ്പമുള്ള ദുആയാണ്. എന്നാലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണെങ്കിലോ, വീട്ടിലേക്ക് വന്ന് കയറുമ്പോ വലതുകാല് വെച്ച് കയറണം. വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഇടതുകാല് വെച്ചിറങ്ങണം. ആ സമയം നമ്മൾ ചൊല്ലണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അറിയാത്തവരായി ആരും തന്നെയില്ല. എല്ലാവർക്കും അതിന്റെ മഹത്വങ്ങളും അതിന്റെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് നമ്മളങ്ങ് ഇറങ്ങിക്കഴിയുമ്പോൾ ആ ഇറങ്ങുന്ന ഒരു സമയം അള്ളാഹുവിനെ മുന്നിൽ നിർത്തണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ചൊല്ലെല്ലാവരും ഒന്ന് ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ എല്ലാവരും പുറത്തിറങ്ങുമ്പോ ആ ഒരു ദിക്ർ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. വീട്ടിലേക്ക് വന്നു കയറുമ്പോ ബിസ്മില്ലാഹി വലജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ എന്ന് പറഞ്ഞ് വലത്തേക്കാല് മുന്തിച്ചിട്ടാണ് വീട്ടിൽ കയറാനുള്ളത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഇടത്തേക്കാല് മുന്തിക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്കൂളിൽ പോകുന്ന മക്കളോട് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ആ മക്കളും ഇത് ചൊല്ലണം. ആ മക്കളും അവരവരുടെ ജീവിതത്തിലൂടെ ഇത് കൊണ്ടുവരണം. ആ സമയം ഈ മക്കൾ ഇത് പഠിക്കുന്നുണ്ട്. ഈ മക്കൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ മക്കൾ അതുപോലെ ഇങ്ങനെ ചൊല്ലുമ്പോ അതിന്റെ പ്രതിഫലം കിട്ടുന്നുണ്ട്. കഴിഞ്ഞില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലിമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഈ ഒരു ദിക്ർ കൂടെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനേക്കാൾ മഹത്വമുള്ള ഒന്നേയില്ല. ഒന്നും കൂടെ പറഞ്ഞു തരാം. വീട്ടിലേക്ക് നമ്മൾ അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചൊല്ലാനുള്ളത് പഠിപ്പിച്ചു.
ഇനി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ആദ്യം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉലല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അള്ളിമ ഔ ഉള്ളിമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്നുള്ള ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് വരുന്നതെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ സങ്കടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, എല്ലാവിധമായ ദുഃഖങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കരകയറ്റുമല്ലോ. നമ്മളിങ്ങനെ ഒരുമിച്ചുകൂടി ഉച്ചയ്ക്ക് ഇങ്ങനെ കേട്ടിരുന്നാ കൊള്ളാം, നല്ല പ്രസംഗമായിരുന്നു പറയാനല്ലേ. എന്തെങ്കിലൊക്കെ എഴുതിയെടുക്കുക, എന്തെങ്കിലൊക്കെ പഠിക്കുക, അതൊരു സന്തോഷാണ്. അതിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, അതിനാണ് നമ്മൾ നല്ല മനസ്സോടെ മുന്നോട്ട് പോകുന്നത്. പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ തന്നെ ഒന്ന് മുറുകെ പിടിച്ചാൽ ജീവിതത്തിന്റെ വികലമായ മേഖലകളിലും അവർക്ക് വിജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വഴികൾ പരിശുദ്ധമായ ഖുർആനിൽ ഉണ്ട്. അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത് അത് വേണമെന്ന് മനസ്സുകൊണ്ട് കരുതുക. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരലാണ്. അല്ലാഹുവേ, എത്ര ആളുകൾ പറയുന്നു ഉസ്താദേ ജോലിയില്ല. ഒരുപാട് ആളുകൾ എവിടെ ചെന്നാലും പ്രശ്ന ജോലിയില്ല. ഉസ്താദേ ജോലിയില്ല, ജോലിയില്ലാതെ സങ്കടപ്പെടുകയാണ്, എന്ത് ചെയ്യുമെന്നറിയില്ല. അതിന് ചൊല്ലാൻ പറ്റുമോ? ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനയസ്റുഹു ലിൽ യുസ്റാ. ഈ പരിശുദ്ധമായ സൂറത്ത് ഇങ്ങനെ ഓതണം. ഈ പവിത്രമായ സൂറത്ത് ളുഹാ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഓതണം. ഈ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വരണം. എല്ലാ സങ്കടങ്ങളും മാറ്റി, എല്ലാ വേദനകളും മാറ്റി, ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ അള്ളാഹു തരാൻ പോവാണ്. ജോലിയില്ലേ, പ്രയാസപ്പെടണ്ട. അള്ളാഹുവിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ളുഹാ നിസ്കരിക്കുക. ആ ളുഹാ കഴിഞ്ഞാൽ ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനയസ്റുഹു ലിൽ യുസ്റാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്തുകൾ ഓതിയാൽ എത്ര വലിയ സങ്കടപ്പെടുന്നവനാണെങ്കിലും, എത്ര വലിയ ബേജാറിൽ പോകുന്നവനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അർഹമായൊരു ജോലി കൊണ്ട് തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ചൊല്ലിക്കോ, അത് ജീവിതത്തിൽ ഒരു പാഠമാ. ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനയസ്റുഹു ലിൽ യുസ്റാ. മനസ്സിലുള്ളൊരു ഈമാൻ വെച്ചുകൊണ്ട് നമ്മൾ ഓതണം. ഞാനിങ്ങനെ ഓതിയാൽ അള്ളാഹു എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബറക്കത്ത് എന്റെ റബ്ബെനിക്ക് തരുമെന്നുള്ള ചിന്ത. ഞാനൊന്ന് ഓതി നോക്കട്ടെ, അത് ശരിയാവോ നോക്കട്ടെ, ഇതങ്ങോട്ട് മാറ്റാം. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? അള്ളാഹു സ്വീകരിക്കും. ഇത് പടച്ചവന്റെ ഖുർആനാണ്. എത്ര വലിയ സങ്കടമാണെങ്കിലും കടകൾ തുറക്കുന്നവർ, കടയിൽ കച്ചവടം ചെയ്യുന്നവർ ആദ്യം എന്ത് വേണമെന്നറിയോ? കട തുറക്കാൻ കടന്നു പോകുമ്പോ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. കച്ചവടമുള്ള മക്കളോട് പഠിപ്പിക്കണം സൂറത്തുൽ ളുഹാ ഓതാൻ.
അതാ മക്കൾ ഓതട്ടെ. അവരുടെ കടകളിൽ, അവരുടെ കച്ചവടങ്ങളിൽ, അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ അള്ളാഹു ബറക്കത്ത് നിറച്ചു കൊടുക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജോലിയില്ലാതെ കഴിയുന്നവരാണോ, ഇനി എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ കട തുറക്കുമ്പോ ചൊല്ലണേ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തൊരു സൂറത്ത്. പിന്നീട് മഹാനുഭാവൻ അത് മുടക്കിയിട്ടില്ല. പിന്നെ അറിയപ്പെട്ട സമ്പന്നനായി നല്ല കോടീശ്വരനായി മാറാൻ കാരണം അത് സൂറത്തുൽ ളുഹായ. അത് സൂറത്തുൽ ളുഹായാണ്. എത്ര ആളുകൾ അങ്ങനെ സൂറത്തുൽ ളുഹാ ഓതിയിട്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി. നമ്മൾ ഇന്ന് പതൊക്കെ പറയുമ്പോൾ അങ്ങനെ കുറെ അന്ധവിശ്വാസം ഉണ്ട്. ഇത് അന്ധവിശ്വാസമല്ല. അഷ്റഫുൽ ഖൽഖ് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഖുർആനിന്റെ ആയത്തുകളാണ്. നബിതങ്ങൾ അതിനെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. പിന്നെ എങ്ങനെ അത് മോശാവുന്നത്, പിന്നെ എങ്ങനെ അത് പാഴാകുന്നത്? അതുകൊണ്ട് അല്ലാഹുവേ, ഭർത്താവിനോട് വിളിക്കുമ്പോ പറയണ ഇക്കാ, നാളെ നിങ്ങൾ കട തുറക്കുമ്പോ സൂറത്തുൽ ളുഹ എന്ന് ഓതിയിട്ട് തുറക്കാമോ? അത് ജീവിതത്തിൽ ഒരു ബറക്കത്താണ്, അത് ജീവിതത്തിൽ ഒരു സന്തോഷമാണ്, അത് ജീവിതത്തിൽ ഒരു ആനുകൂല്യമാണ്, അത് ജീവിതത്തിലെ ഏറ്റവും നല്ല അത്ഭുതങ്ങളാണ്. ഇക്കായ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണേ, നിങ്ങൾ അങ്ങനെ ചെയ്യണേ. എന്നാ നാളെ തന്നെ അവര് പറയും അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങള്, ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകള് അള്ളാഹു ചൊരിഞ്ഞു നൽകിയല്ലോ, അള്ളാഹു സന്തോഷം നൽകിയല്ലോ, അള്ളാഹു നിഅമത്ത് നൽകിയല്ലോ. അതങ്ങ് റാഹത്തായി, അതങ്ങ് സന്തോഷായി നിങ്ങളെ വിളിച്ചിട്ട് അവര് പറയും. അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. വീട്ടിലൊന്ന് ചൊല്ലി നോക്ക്, ഭർത്താവിനെ കൊണ്ട് ചൊല്ലിപ്പിച്ചു നോക്ക്, മക്കളെ കൊണ്ട് ചൊല്ലിപ്പിച്ചു നോക്ക്. നിങ്ങൾ പോലും അറിയാതെ അള്ളാഹു ബറക്കത്തുകൾ ചൊരിക്കും. കച്ചവടങ്ങളെ അള്ളാഹു താല പൊടിപൊടിപ്പിച്ചു തരും, സങ്കടങ്ങളെ അള്ളാഹു മാറ്റിത്തരും എന്നും പറഞ്ഞ് സൂറത്തുൽ ളുഹ ഓതിയിട്ട് കടയിൽ ഉണ്ടായിരിക്കാനല്ല. ഈ പറഞ്ഞ ആയത്ത് ഓതിയിട്ട് വീട്ടിൽ കയറി കുത്തിയിരുന്ന കിട്ടൂല. അത് അതിൻ്റെതായ കോലത്തിലൂടെ പോകണം, അതിൻ്റെതായ ഭാവത്തിലൂടെ, അതിൻ്റെതായ ഭാഷയിലൂടെ കടന്നു പോകണം. അൽഹംദുലില്ലാഹ്, അത് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗ്യമാ. ഇഷ്ടം മദീനത്തെ പ്രിയമുള്ള നൂറേ, ഇഷ്ടത്തേനാണെന്റെ ത്വാഹ റസൂലേ. പലരും മദീനത്തെ കണയുന്ന നൂറേ, പരിപാവനം നൻ ത്വാഹ റസൂലേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു വാക്ക് നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഹബീബ്, എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വരെ ഒന്നും പാഴായതൊന്നും നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ പാഴായതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞു ചൊല്ല് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി البدور بل واشرف منه يا سيدي خير النبي. എല്ലാവരും ഒന്ന് ചൊല്ലി നോക്ക്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്തുകൾ ചൊരിക്കും, അള്ളാഹു സന്തോഷം നൽകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നല്ല മനസ്സോട് കൂടിയിട്ട് എല്ലാവരും എന്റെ കൂടെ ചൊല്ല് യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ ഹന്നാനു
ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ 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 ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. അല്ലാഹുവേ, പരിശുദ്ധമായ ഞങ്ങളുടെ മജ്‌ലിസിൽ കടന്നിരുന്ന എല്ലാവരെയും സ്വീകരിക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേൾക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മാരകമായ രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. അപസ്മാരം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ അർശിന്റെ വഴികളിലൂടെ കടക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹുവേ, ഇസ്സത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ ഉമ്മ ഇന്ന് അല്ലാഹുവേ, ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നത്, എന്റെ ഉമ്മ തലയ്ക്ക് ബ്ലോക്കായി വല്ലാത്ത ഒരവസ്ഥയിൽ വീട്ടിലാണ്. ആജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളെ മാറ്റണേ അല്ലാഹ്. സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹ്. ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ആരെല്ലാം എങ്ങനെയൊക്കെയാണോ മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തിട്ടുള്ളത്, കരുണക്കടലായ അല്ലാഹ് അവരുടെ എല്ലാ പ്രയാസങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ മാറ്റണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ ദുആയ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ, കമന്റിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കരുണക്കടലായ അല്ലാഹ് എല്ലാവരുടെ ആഗ്രഹങ്ങളെയും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു, എന്റെ കൂടെ ഉംറയ്ക്ക് വന്നതാന്ന് പറഞ്ഞ് വല്ലാത്തൊരു വേദനപ്പെടുത്തുന്നൊരവസ്ഥ പറഞ്ഞുപോയി. പടച്ചോനെ, രോഗങ്ങളെ മാറ്റണേ അല്ലാഹ്. സങ്കടങ്ങളും ആവലാദികളും കടങ്ങളല്ല നീ മാറ്റണേ അല്ലാഹ്. പടച്ചോനെ, നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളില്
നൂറ് പ്രയാസങ്ങളുണ്ട്. എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള ആഗ്രഹങ്ങളെ നിനക്കറിയാ. അതെല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. എല്ലാം നീ ഖബൂലാക്കണം റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.